സാധാരണഗതിയിൽ ഇങ്ങനൊരു കേസിൽ അതായത് 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന കേസുകൾ ഏതെങ്കിലും ജനപ്രതിനിധിക്ക് കിട്ടിയാൽ സ്വാഭാവികമായും ആ സ്ഥാനം അയോഗ്യനാക്കപ്പെടും, അയാൾ അയോഗ്യനാക്കപ്പെടും എന്നുള്ളതാണ് നിയമം. ആ ചട്ടം അനുസരിച്ച് നെടുമങ്ങാട് കോടതിയിലെ ഉത്തരവ് നിയമസഭയിലെത്തിയാൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അപ്പീൽ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ അതവിടെ പരിഗണിക്കപ്പെടും. പക്ഷേ അയാൾ അയോഗ്യനായി തുടരുമെന്നുള്ളതാണ് നിയമസഭ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ആ വിജ്ഞാപനം, ആ ഉത്തരവ് അത് നിയമസഭയുടെ മുൻപിലേക്ക് എത്തി നിയമസഭാ സെക്രട്ടേറിയറ്റ് അത് ഉടൻ തന്നെ വിജ്ഞാപനമായി പുറത്തിറക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും പ്രഡിക്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്. മാത്രമല്ല കോടതി വിധി ഏതാണ്ട് ഈ രീതിയിൽ തന്നെ ആകുമെന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തേക്ക് സ്വാഭാവികമായും ഈ കേസിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ആന്റണി രാജു MLA അല്ല, അദ്ദേഹം അയോഗ്യനാണ്. അത് ഔദ്യോഗികമായി തെളിയിക്കുന്ന, ഔദ്യോഗികമായി വ്യക്തമാക്കുന്ന ആ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനം അത് ഉടൻ തന്നെ പുറത്തിറക്കുമെന്നുള്ളതാണ് നിയമസഭയിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അത് സാധാരണ നടപടിക്രമം, സ്വാഭാവിക നടപടിക്രമമാണ്. ഏതായാലും അതേ നെടുമങ്ങാട് കോടതിയിൽ തന്നെ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ആന്റണി രാജു ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയിൽ അപ്പീൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചടി രാഷ്ട്രീയമായിട്ടാണ്. നമുക്കറിയാം അദ്ദേഹം മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലം, നിയമസഭ തെരഞ്ഞെടുപ്പ് വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയോഗ്യനാക്കപ്പെടുക ആന്റണി രാജുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്.